പെരിന്തൽമണ്ണയിലെ ഏത് വ്യാപാരിക്കും അതിനുവേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷന്റെ 55ാമത് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും മെയ് 13 ചൊവ്വാഴ്ച ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്യും. 1970-ൽ പ്രവർത്തനം ആരംഭിച്ച പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ 55ാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായുള്ള വാർഷിക പൊതുയോഗവും കുടുംബസംഗമവുമാണ് 13 ചൊവ്വാഴ്ച മുൻ സംഘടനാ നേതാക്കളായിരുന്ന KP ബാപ്പു ഹാജി, KP യൂസഫ് എന്നിവരുടെ നാമധേയത്തിൽ ഷിഫ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്നത്. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ചമയം ബാപ്പു പതാക ഉയർത്തുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. വാർഷിക പൊതുയോഗവും എമറാൾഡ് ജൂബിലി ആഘോഷവും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് P. കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന കുടുംബസംഗമവും സാംസ്കാരിക സമ്മേളനവും നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം നിർവഹിക്കും. നഗരസഭാ ചെയർമാൻ P. ഷാജി ചടങ്ങിൽ മുഖ്യാതിഥിയാകും. സാമൂഹിക ജീവകാരുണ്യ രംഗത്തും വ്യാപാരികളുടെ പ്രശ്നങ്ങളിലും സജീവ സാന്നിധ്യമാകുന്ന മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ പ്രഖ്യാപനം P. കുഞ്ഞാവു ഹാജി നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ 1970-ൽ പ്രവർത്തനം തുടങ്ങി. അതിൻ്റെ 55ാം വാർഷിക പൊതുയോഗവും എമറാൾഡ് ജൂബിലി ആഘോഷവുമാണ് ഈ വരുന്ന 13-ാം തീയതി ചൊവ്വാഴ്ച ഞങ്ങളുടെ മുൻ നേതാക്കളായിരുന്ന KP ബാപ്പു ഹാജി, VV സ്റ്റുഡിയോ യൂസഫ് എന്നിവരുടെ നാമത്തിൽ ഷിഫ കൺവെൻഷൻ സെൻറ്ററിൽ വളരെ വിപുലമായ പരിപാടിയോടുകൂടി നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. 4 മണിക്ക് ഞങ്ങളുടെ വാർഷിക സമ്മേളനവും 5 മണി മുതൽ വ്യാപാരികളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന കലാപരിപാടികളും 7 മണിക്ക് സാംസ്കാരിക സമ്മേളനവും 8 മണിക്ക് ഒരു ഗാനമേളയോടുകൂടി ആണ് ഞങ്ങളുടെ പരിപാടികൾ അവസാനിപ്പിക്കുന്നത്. നിങ്ങൾക്കെല്ലാവരും അറിയാം, പെരിന്തൽമണ്ണയിൽ സാമൂഹ്യ ജീവകാരുണ്യ രംഗത്ത് അതുപോലെ തന്നെ വ്യാപാരികളുടെ എല്ലാ വിഷയങ്ങളിലും ആനുകാലികമായി ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ ഈ എമറാൾഡ് ജൂബിലിയോടനുബന്ധിച്ചും വീടില്ലാത്ത പെരിന്തൽമണ്ണയിലെ ഒരു വീട് പ്രഖ്യാപിക്കുന്ന ചടങ്ങ് കൂടി അന്നവിടെ നടത്തപ്പെടുന്നുണ്ട്. ഈ മെയ് 30-ാം തീയതി വരെ സ്വന്തമായി 3 സെന്റ് സ്ഥലമുള്ള പെരിന്തൽമണ്ണയിലെ ഏത് വ്യാപാരിക്കും അതിനുവേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതിനുശേഷം മർച്ചന്റ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ അപേക്ഷകൾ പരിശോധിച്ച് അർഹതപ്പെട്ടവർക്ക് 6 മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം 600-നും 700-നും സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീട് നിർമ്മിച്ച് നൽകുവാനാണ് സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. മെയ് 30 വരെ സ്വന്തമായി 3 സെന്റ് സ്ഥലമുള്ള പെരിന്തൽമണ്ണയിലെ ഏത് വ്യാപാരിക്കും വീടിന് അപേക്ഷ നൽകാമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചടങ്ങിൽ മുതിർന്ന വ്യാപാരികളെ ആദരിക്കും. ഗാനമേള ഉൾപ്പെടെയുള്ള വിപുലമായ പരിപാടികളോടെയാണ് മർച്ചന്റ്സ് അസോസിയേഷന്റെ 55ാം വാർഷികം ആഘോഷിക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് PTS മൂസു അധ്യക്ഷത വഹിക്കും. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഷാലിമാർ ഷൌക്കത്ത്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി CP മുഹമ്മദ് ഇക്ബാൽ, ട്രഷറർ അബ്ദുൽ ലത്തീഫ് ടാലന്റ്, യൂണിറ്റ് സെക്രട്ടറി PP സൈദലവി, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ഏർബാദ്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ലിയാഖത്ത് അലി ഖാൻ, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ ഉർമാഞ്ചേരി, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി അക്രം ചുടയിൽ, രക്ഷാധികാരി മൊയ്തുട്ടീമാൻ ഹാജി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ PTS മൂസു, യൂസഫ് രാമപുരം, ഷാലിമാർ ഷൌക്കത്ത്, PP സൈദലവി, ഒമർ ഷെരീഫ്, ഷൈജൽ, ഖാജ മുഹ്യുദ്ദീൻ, ചമയം ബാപ്പു, ഇബ്രാഹിം കാരയിൽ, KP ഉമർ, ലിയാഖത്ത് അലി ഖാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.